നടിമാരായ ജയറാമിന്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസ് ജയറാം വിവാഹിതനായി. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലൂടെ ഏറ്റവും മികച്ച ബാലതാരമായി നമ്മുടെ എല്ലാം മനസ്സിൽ ഇടം പിടിച്ച കാളിദാസ് ജയറാം ഇനി മുതൽ തരണി കലിംഗരായർക്ക് സ്വന്തം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണന് മുന്നിൽ വെച്ച് പ്രണയിനി തരണി കലിംഗരായർക്ക് കാളിദാസ് താലി ചാർത്തി. രാവിലെ 7:15-നും 8-നും ഇടയിലെ മുഹൂർത്തത്തിലായിരുന്നു വിവാഹം. മന്ത്രി മുഹമ്മദ് റിയാസ്, നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി, ഗൂഗിൾ സുരേഷ് ഉൾപ്പെടെ ചലച്ചിത്ര രാഷ്ട്രീയ രംഗത്തെ പ്രശസ്തർ വിവാഹത്തിൽ പങ്കെടുത്തു. ഇക്കഴിഞ്ഞ മേയിലായിരുന്നു കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാം ഗുരുവായൂരിൽ വെച്ച് വിവാഹിതയായത്. അന്നേ മകന്റെ വിവാഹവും ഗുരുവായൂരിലായിരിക്കുമെന്ന് ജയറാമും പാർവതിയും അറിയിച്ചിരുന്നു. കഴിഞ്ഞ നവംബറിലായിരുന്നു കാളിദാസും തരണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത്. നീലഗിരി സ്വദേശിയാണ് 24-കാരിയായ തരണി. സെലിബ്രിറ്റി വിവാഹത്തിൽ പലരും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വധു മലയാളിയാണോ അതോ വരൻ മലയാളിയാണോ എന്നത്. എന്നാൽ കാളിദാസിന്റെ തെരഞ്ഞെടുപ്പിൽ വധു തരണി കലിംഗരായർ ഇനി മലയാളത്തിന്റെ മരുമകളാവും. ചെന്നൈയിലെ കലിംഗരായർ കുടുംബത്തിലെ അംഗമാണ് തരണി. മോഡലിംഗിൽ സജീവമായി നിൽക്കുന്ന തരണി തന്റെ ജീവിതം ഇനി കാളിദാസിനൊപ്പം പങ്കിടുന്നു. ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന വിവാഹങ്ങളിൽ ഒന്നായിരുന്നു കാളിദാസിന്റെയും തരണിയുടെയും വിവാഹം. 2022 ഓണക്കാലത്താണ് തരണിയോടൊപ്പമുള്ള ചിത്രങ്ങൾ കാളിദാസിന്റെ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. പിന്നാലെയാണ് ഇരുവരുടെയും പ്രണയം ലോകമറിഞ്ഞത്. 3 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇപ്പോൾ ഇരുവരും ഇരു കുടുംബങ്ങളുടെയും അനുഗ്രഹത്തോടെ വിവാഹിതരായിരിക്കുന്നത്. 2022 തരണിക്കൊപ്പമുള്ള ദുബായ് യാത്രയുടെ ചിത്രങ്ങൾ പങ്കുവച്ചതിനു ശേഷം ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന് പല വാർത്തകളും പുറത്തു വന്നു. എന്നാൽ പിന്നീട് 2023 നവംബർ മാസത്തിൽ ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയവും ആഘോഷമായി നടന്നു. 2024 ഡിസംബർ 8-ന് പ്രണയ സാഫല്യം പൂവണിഞ്ഞു. കാളിദാസ് തരണിക്ക് താലി ചാർത്തി. യാതൊരു വിധത്തിലുള്ള ഗോസിപ്പുകൾക്കും ഇടകൊടുക്കാതെയുള്ള പ്രണയവും വിവാഹ നിശ്ചയവും വിവാഹവും തന്നെയായിരുന്നു ഇരുവരുടെയും. സോഷ്യൽ മീഡിയയിൽ ഇതാണ് തന്റെ പങ്കാളി എന്ന് പറഞ്ഞാണ് കാളിദാസ് തരണിയെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തിയത്. അതേസമയം കരിയറിലെ തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പമുള്ള സമയത്തിന് ജയറാം എന്നും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കുടുംബത്തിന് തന്റെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ജയറാം ഒന്നിലേറെ തവണ സംസാരിച്ചിട്ടുണ്ട്. മരുമകളായി എത്തുന്ന തരണിയെ സ്വന്തം മകളെ പോലെയാണ് ജയറാമും പാർവതിയും കാണുന്നത്. മുമ്പൊരിക്കൽ സ്ത്രീധനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജയറാം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഇതിനുദാഹരണമാണ്. എന്റെ മകൻ ഒരു കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കണ്ണ അവളെ വിളിച്ചുകൊണ്ട് വന്നു. ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് അല്ലാതെ ബാക്കിയെല്ലാം കണ്ണനാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. നീയാണ് അവളെ നോക്കേണ്ടതെന്ന്. ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന തരത്തിലുള്ള മുണ്ട് പരമ്പരാഗത രീതിയിൽ ധരിച്ചാണ് കാളിദാസ് ക്ഷേത്രത്തിൽ എത്തിയത്. പീച്ച് നിറത്തിലുള്ള സാരിയിൽ ഹെവി വർക്ക് ബ്ലൗസ് ആയിരുന്നു തരണിയുടെ വേഷം. അധിക ആഭരണങ്ങളില്ലാതെ മിതമായ രീതിയിലാണ് തരണി എത്തിയത്. ഹെവി ചോക്കറും ലോങ് ചെയിനും മുല്ലപ്പൂവും കമ്മലുകളും ഹിപ്പ് ബെൽറ്റും തരണിയെ കൂടുതൽ സുന്ദരിയാക്കി.